ഗൈസ് മൈ വൈബ് ചാനലുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്നൊരു ചെറിയ റോഡ് ട്രിപ്പ് ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ യാത്ര വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ യാത്രയിൽ ഞങ്ങളെ കൂടെ നിങ്ങളും സഞ്ചരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് പറഞ്ഞു തരുന്നതാണ്. കൂടിയിട്ടുള്ള യാത്രൻ്റെ സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സുഖമാണ്. എന്തോ ഒരു രസമാണ് മരുഭൂമിയിലെ കൂടിയിട്ടുള്ള യാത്ര. മരുഭൂമിൻ്റെ നടുവിൽ കൂടിയിട്ടുള്ള യാത്ര എന്ന് തന്നെ പറയാം. മരുഭൂമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാത്ര എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, മുമ്പിൽ എന്താണ് വഴികൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അടിപൊളിയാണ്. ഇതാണ് മരുഭൂമിയിൽ കൂടിയിട്ടുള്ള, മരുഭൂമിക്ക് നടുവിൽ കൂടിയുള്ള യാത്ര. എന്തോ ഒരു ഭംഗിയാണ്. മരുഭൂമി ഇങ്ങനെ ആ പരന്ന് കിടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിരാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് ഈ മരുഭൂമിക്കുള്ളത്. അത് ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നും. പിന്നെ അത് കണ്ടിട്ട് പിന്നെ നമുക്ക് ഈ മരുഭൂമി വിട്ടു പോകാൻ തോന്നില്ല. മരുഭൂമിനോട് ഒരു തരം പ്രണയമാവും നമുക്ക്. അത് കുറച്ച് നിൽക്കണം മരുഭൂമിൻ്റെ കൂടെ. അപ്പോഴാണ് നമുക്ക് ആ മരുഭൂമിൻ്റെ ആ ഒരു സുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മരുഭൂമി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് പോലെയല്ല, എൻ്റെ കണ്ടാസ്വദിക്കുക. നിങ്ങൾ പറയുന്നതൊന്നും അല്ല, ഞാൻ പറയുന്നതെല്ലാം ചെറിയ ചെറിയ വാക്കുകളാണ്. പക്ഷെ നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിക്കണത്. അതാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ മരുഭൂമി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. ഇതിൻ്റെ അഴക് കണ്ടിട്ട് ആസ്വദിക്കുക. ഞങ്ങൾ കണ്ടാസ്വദിക്കുകയാണ്. നിങ്ങളും കൂടി ഞങ്ങളെ കൂടെ ആസ്വദിക്കുക. എന്താണ് ഭംഗി, പറഞ്ഞറിയിക്കാനേ പറ്റൂല കേട്ടോ. അത്രയും ഭംഗി, അഴകോട് അഴകാണിത്. എത്ര കണ്ടിരുന്നാലും മതി വരൂല, അത്ര അഴകാണ്. ഓ, അത് കിടന്ന് ഇത് നോക്കിയല്ലേ, ഒഴുകി കിടക്കുകയാണ് അല്ലേ. ആ ഡിസൈൻ ഒരു കലാകാരൻ്റെ സൃഷ്ടി പോലെയാണ് അല്ലേ. ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ ആണ് കേട്ടോ. സൂപ്പർ, അടിപൊളി. എന്താ പറയുക നിഷാക്ക, അടിപൊളിയല്ല? നിഷാക്കാണ്ട്, നിഷാക്കായിട്ട് നമ്മൾ കുറച്ച് സംസാരിച്ചു നോക്കാം. നിഷാക്ക എന്ത് പറയുന്നു? നിഷാക്ക എന്ത് മരുഭൂമിനെ പറ്റി എന്ത് പറയുന്നു? മരുഭൂമിന്റെ അഴകിനെ പറ്റിയിട്ട് എന്ത് പറയുന്നു? സൂപ്പർ അല്ല അല്ല? കുറച്ച് ദിവസം നമ്മൾ ആ മരുഭൂമിയിൽ നിന്ന് കഴിഞ്ഞാൽ, ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ആ മരുഭൂമിയായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആവല അല്ല. പിന്നെ അത് നമുക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അല്ല, മനസ്സിനൊരു ഫീൽ. മരുഭൂമി കണ്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിന് ഭയങ്കര ഫീലാണ്. നമ്മളെന്തോ ഒരു ബന്ധം അല്ല മരുഭൂമിയായിട്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഒരുപാട് അല്ല ജീവികൾ അതിൻ്റെ അകത്തില്ലേ മരുഭൂമിയിൽ. മരുഭൂമിന്റെ ഉള്ളിലോട്ട് അല്ല പല ജീവജാലങ്ങൾ പോകുന്നുണ്ടല്ലേ. അതെല്ലാം സംഭവം ഒരു അത്ഭുതമാണ് മരുഭൂമി എന്ന് പറയുന്നത്. പക്ഷെ മരുഭൂമി അത് കണ്ട് ആസ്വദിക്കണം. മരുഭൂമിയിലെ കൂടി കുറച്ച് നടന്ന് ആസ്വദിക്കണം. പറയാനില്ല മരുഭൂമിനെ പറ്റിയിട്ട്. അല്ല, ഒരുപാട് നടന്നു കഴിഞ്ഞാല് ഏറ്റവും സുഖമുള്ള ഒരു വൈബ് വേറെ ആടും കിട്ടാല അല്ല. ആ വൈബ് റോഡിന് പോലും കിട്ടാല. അത് പറഞ്ഞിട്ട് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു കോമഡി ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങത് അനുഭവിച്ചിട്ട് തന്നെ അറിയണം. അത് രാജസ്ഥാൻ മരുഭൂമിയിൽ പോയിട്ട് കാര്യമില്ല. എന്താ പറയുക, ഇതേ മരുഭൂമിയിൽ വരണം ആ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ. നമ്മ ഇവിടെ വന്ന സമയത്തൊക്കെ നമ്മ മരുഭൂമി കാണുമ്പോൾ നമുക്ക് ഒരു തരം അല്ല, ഒരു എന്തോ പോലെ ആയിരുന്നു അല്ല. ഇപ്പൊ നമ്മ സിറ്റിയിലെല്ലാം പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കുന്നല്ല അല്ല. നമ്മ എത്രയും പെട്ടെന്ന് ഈ മരുഭൂമിയിലോട്ട് എത്താൻ നോക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്ക് മരുഭൂമിയിലോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തോ പോലെ, എത്രയും പെട്ടെന്ന് എത്തണമെന്ന് നമ്മളെന്തോ ഒന്ന് മിസ്സാകുന്ന പോലെയാണ്. ഞങ്ങൾ ഹമീം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമീമിലോട്ട് എത്തി. ഹമീമിൽ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സുലൈമാനി അടിക്കുക അല്ല ശാഖ. അങ്ങനെ ഹമീമിൽ ഞങ്ങളൊരു ചായക്കടയിൽ, നമ്മൾ തന്നെ അറിയുന്ന ചായക്കടയാണ്, നമ്മളൊരു വേണ്ടപ്പെട്ട അല്ല ചായക്കടയെന്ന് പറയാം. ഒരു ചായ അടിച്ചിട്ട് ഇനി ഇവിടുന്ന് യാത്ര തുടരാം.
അപ്പോൾ അസബിലുള്ളവർക്കും അമീമിലുള്ളവർക്കും അല്ല ഷാലുള്ളവർക്കെല്ലാം ഈ റെസ്റ്റോറൻ്റ് അറിയാം. ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടരും. കോഫി, ബ്ലാക്ക് കോഫി. ഇതാണ് നമ്മളെ മഹമൂദ് ഭായ് അല്ല. മഹമൂദ് ഭായ് എന്ത് വിശേഷം? സുഖ? പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നത്? അതെയാ. മഹമൂദ് ഭായ് മലയാളി അല്ല. മഹമൂദ് ഭായ് ഏത് നാട്ടുകാരന്? ബംഗ്ലാദേശ്. മഹമൂദ് ഭായിനെ എല്ലാവർക്കും അറിയാത്ത ആളില്ല. മഹമൂദ് ഭായിനെ അറിയാത്ത ആൾക്കാരില്ല. മഹമൂദ് ഭായ് മലയാളി അല്ലാന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിൽ മലയാളം അടിച്ചു പൊളിച്ച് സംസാരിക്കും അല്ല. മഹമൂദ് ഭായ് എന്താ പറയുന്നത്? മലയാളികളെ ഇഷ്ടമാണ്? കേരളത്തിലോട്ട് വരുന്ന? ബംഗ്ലാദേശ് ആണെങ്കിൽ മലയാളം നല്ല മിയ സംസാരിക്കും. മഹമൂദ് ഭായിന്റെ സ്പെഷ്യൽ ഒരു കോഫി. യാത്രയിൽ ഉറപ്പ് വരാതിരിക്കാൻ നല്ലൊരു ബ്ലാക്ക് കോഫി അടിക്കുകയാണ്. നല്ല ബ്ലാക്ക് കോഫി മുഹമ്മദ് ഉണ്ടാക്കിയ സ്പെഷ്യൽ ബ്ലാക്ക് കോഫിയാണ്. നിഷാദ് അടിച്ചുപൊളിച്ച് സമൂസ അടിച്ച് മിന്നിക്കുന്നത്. സമൂസയും സുലൈമാൻ. സമൂസ പ്രിയനാണ് നിഷാദ്, പാലക്കാട്. നിഷാദ് പാട്ടുണ്ടാവും കേട്ടോ. നിഷാദ് പാട്ട് ഫുൾ ഇതാണ്, വൈബാണ്. നിഷാദ് വൈബ് മീൻസ് ഇതാണ്, ഇത് കോമഡി, മിമിക്രി. പാലക്കാട് പല സ്റ്റേജുകളിലും മിമിക്രി കൊണ്ട് ആറാട്ടാടിയ വ്യക്തിയാണ് നിഷാദ് ഭായ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പാട്ട് നിഷാദ് ഭായിൻ്റെ അടിപൊളി ഒരു പാട്ട് സോങ്സ് ഇതിലല്ല അല്ല, അടുത്ത ഇൻഷാ അല്ലാഹ് അടുത്തൊരു പരിപാടിയിൽ നമ്മൾ ഇത് നിഷാനെ പാട്ട് പാടിക്കുന്നതായിരിക്കും. ഇതെന്ത് പറയുന്നത്? മഹമൂദ് സൂപ്പർ, അടിപൊളിയല്ല മഹമൂദിനെ ഇല്ല നമ്മളെ നാട്ടിലോണ്ടിട്ട് മംഗലയിപ്പിക്കണം. കല്യാണം കേരളത്തിൽ നിന്ന് കഴിപ്പിക്കും. നിന്നെ കഴിക്കണം. എന്താ പറയുന്നത്? ഒരു നല്ലൊരു പാട്ട് പാടിന്, നല്ലൊരു മലയാള പാട്ട്. നിങ്ങൾക്ക് ആരാ ഇഷ്ടം? മലയാള സിനിമയിൽ ആരാ ഇഷ്ടം? എന്നാലും നിങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്ടമുള്ള ആരാ? മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ സുരേഷ് ഗോപി. ഏത് പാട്ട് ഇഷ്ടം? പിന്നെ പറയാം. മഹമൂദിനെ ഞാനില്ല, അത് കട്ടാക്കിന്. മുഹമ്മദിനെ നമ്മളെ മലയാളികളെ കാണുമ്പോൾ ഒരു സ്നേഹം കൂടുതലാണ് മുഹമ്മദിന്. അല്ല മുഹമ്മദാ സ്നേഹം കൂടുതലില്ല. മലയാളിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു പിരിസം കൂടുതൽ. മലയാളികൾ വന്നു കഴിഞ്ഞാൽ ഫുഡെല്ലാം സ്പെഷ്യൽ മുഹമ്മദ് സ്പെഷ്യൽ റെഡിയാക്കിയിട്ട് കൊടുക്കും. ഇവിടെ മെയിൻ കസ്റ്റമർ തന്നെ മുഹമ്മദിനെ കണ്ടിട്ടാണ്. അല്ല ബീഫ് ഫ്രൈ കണ്ടാ സ്പെഷ്യൽ. ഇതിന്റെ മണത്തിൽ തന്നെ ഇല്ല, ഇപ്പൊ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അടിപൊളി മുഹമ്മദാണ് ഈ കടന്റെ എന്തെന്ന് പറയുക, ഓളിനോട് അല്ല മുതലാളി പോലും പറയുന്നത് മുഹമ്മദാണ് ഈ കടന്റെ ഓളിനോട്. അപ്പൊ ഈ അസബിലുള്ളതും അമീമിലുള്ളതും ഷാലുള്ള എല്ലാവർക്കും ഈ മുഹമ്മദിനെ അറിയാം. മുഹമ്മദിനെ കണ്ടിട്ടാണ് ഏകദേശം ആള് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഇപ്പം ഞങ്ങൾ അബുദാബി എത്തി. ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് നടത്തി. അപ്പോൾ കോവിഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 10 ദിവസം ആയി. അപ്പോൾ വീണ്ടും ടെസ്റ്റ് നടത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകണം. പിന്നെ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.